എന്താ കഷ്ടപ്പാടില്ല. വീട്ടിലത്തെ മീൻ കുടിക്കണം, അരി കഴിക്കണം, ചോറുണ്ടാക്കണം അല്ലേ? ഇവിടെ വീട്ടിലുള്ള സാധനമൊക്കെ ഇലക്ട്രിസിറ്റി ബോർഡ് കൊണ്ടുപോയി ഇസ്തിരി ഇടണം. അങ്ങനെ ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ അങ്ങോട്ട് വന്ന ഇവിടെ വന്ന ഞാൻ കല്യാണം കഴിഞ്ഞില്ല. ആണോ? നിങ്ങളിവിടെ എന്താ പരിപാടി? എന്താ ഈ ഓഫീസ് പണിക്ക് വന്നതാണോ അതോ കല്യാണത്തിന് വന്നോ? ഞാൻ പറ്റുന്നല്ലേ എൻ്റെ ഒരു ഇവിടെ ഉണ്ടായില്ല. എന്റെ യൂണിഫോം നോക്കി വെക്കണ പണിയല്ലേ? തിരുമ്പി അലക്കി സോപ്പൊക്കെ ഇട്ട് ലെവലാക്കി വെച്ചിട്ട് എനിക്ക് നല്ല പണി. എന്റെ ഭാര്യയല്ലേ ഞാൻ എടുത്തൊക്കെ പണ്ടാണെങ്കിൽ ഞാൻ എന്റേതാവണം അറിഞ്ഞില്ലേ? ഇന്നത്തെ പണി കഴിഞ്ഞു. അതാണ് ബട്ടൺസ് ഇട്ടത്. തിരക്കിട്ടെ പോണ്ടി വന്നാലേ തിരക്കിട്ട് കഴിഞ്ഞാൽ ഇവിടെ ലൈന് പൊട്ടിക്കഴിഞ്ഞാൽ തിരക്കിട്ട ആള് വരുമ്പോ പ്രശ്നങ്ങളൊക്കെ ഈ തിരക്കിട്ട് വേറെ കൊണ്ട് പോയാ ലൈന് പൊട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അതിൽ നിങ്ങൾ പോയാൽ എന്നാ ഒരു കാര്യം ചെയ്യും. ആ ടെലിസ്കോപ്പ് കൂടി പറ്റില്ല. ഞാൻ ഡോക്ടറെ പറ്റാൻ വെച്ചു. ഡോക്ടറെ വിചാരിച്ചു ഇവിടെ വലിയ ഓഫീസർമാരുടെ ഇതിനെക്കാട്ടും വലിയ ഓഫീസർ വന്നു കഴിഞ്ഞാൽ എനിക്ക് ചെയ്തേക്കാം. ഇങ്ങനെ വീട്ടിലെ കറണ്ട് ഇങ്ങനെ മുതലാക്കി ഇവിടെ കൊണ്ടൊന്നും കാട്ടി. വീട്ടിലെ കറണ്ട് മുതലാക്കി എന്റെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതാണ്. ഞാൻ ഇവിടെ 2 വർഷം ശമ്പളം തരില്ലേ? ശമ്പളം തന്നിട്ട് ഇലക്ട്രിസിറ്റി ബില്ല് കണ്ടില്ല. അമ്മാരുമില്ല. ഇതൊക്കെ എല്ലാ റിസൾട്ടിലോ ഞാൻ ഇവിടുത്തെ ഓഫീസർ എനിക്ക് ഇവിടുന്ന് ഞാട്ടാൻ എന്താ നാളെ മുതൽ ഞാനും കൊണ്ടു ഇതും കൊണ്ട് എന്റെ ഭാര്യനും മക്കളൊക്കെ കൊണ്ട് പാർപ്പിച്ചോ? നിങ്ങളെന്താ പാർപ്പിക്കാത്തത്? അയ്യല്ല ഇവിടെ ഭാര്യനൊക്കെ കൊണ്ടുവച്ച് നല്ല ഹരായി. രാത്രി കൂടി പണി ഇവിടെ എടുക്കുകയും ഓടെ ഇതാട്ടെ ഏത് എന്നാ ഞാനോട്ടാ ഇവിടെ ചവിട്ടത്. ഇതിന് സ്വിച്ച് ഇല്ലടോ. ഇതിങ്ങനെ ഊരിടണോ? അതാണ് ഊരിട്ടാ പിന്നെ എന്തെങ്കിലും ഇച്ചിരിടാണെങ്കിൽ ഇപ്പൊ ഇടാൻ പറ്റുമോ? കടന്നോട്ടെ എന്തെങ്കിലും ഇപ്പൊ കണ്ടില്ലേ? ഞാൻ ഫോണേ കേട്ട് കൊടുത്തില്ല. ഞാൻ അങ്ങനെ ഊരിട്ട് പോയാ അതെന്തിന്? ഇത് ഓരോരുത്തർ കംപ്ലൈന്റ് ആയിട്ട് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് കഴിയൂലത് നടക്കാൻ പോകും. അത് ശരി. അതന്നെയാണ് ഉള്ള ആൾക്കാരൊക്കെ കംപ്ലൈന്റ് ആയിട്ട് ഇങ്ങോട്ട് പറഞ്ഞിരുന്നു. ഇങ്ങോട്ടുണ്ട്. പിന്നെ എല്ലാവരും നമ്മുടെ കയ്യിൽ പൊട്ടി ഇവിടെ പോസ്റ്റ് പൊട്ടി ഇങ്ങോട്ട് വന്നുകാണെങ്കിലും അപ്പൊ തിരക്ക് കൊടുക്കി ദൂരെ വെച്ചിട്ടാ ഇവിടെ വന്ന ഫോൺ വർക്ക് ചെയ്യില്ല. മൊത്തം വെക്കൂലേ? 9587 അല്ലേ വരിക? എന്റെ വീട്ടിൽ നമ്പർ അടക്കം എങ്ങനെ അറിയാം? അത് പേഴ്സണൽ നമ്പർ. 3 നമ്പർ അറിയില്ല. വലിയ നമ്പർ അടക്കല്ലേ? എനിക്കറിയില്ല. ചക്കരി ഇച്ച പോയിന്റെ പണിയാണ് ഒട്ടിക്കൽ വെച്ചത്. അങ്ങോട്ട് തിരിഞ്ഞ് ചക്കേ നിന്റെ പേഴ്സണൽ നമ്പറാണ്. ഈ തെറ്റാൻ മിലിറ്ററി വന്നിട്ടില്ല. ഒരു പണിയുണ്ട്. പുറത്തുമ്പോ കയറാൻ പറ്റില്ല. ഊരവേദന, വേദന, നെഞ്ഞി വേദന, ചോദികൾ ഞാൻ വിൽക്കല. ഹലോ ഹലോ ഹലോ. ഞാനാണ്. ഈ വീട്ടിലല്ലേ? എന്തായിരുന്നു? എന്തൊക്കെയാണ്? ഞാൻ വീട്ടില് അടുക്കളയില്. ആണല്ലേ? ഞാൻ വിളിച്ചാരാ? മിക്സി വേണ്ടി. മിക്സിയാ? മതി മതി മതിയാ? ഞാൻ നോക്കട്ടെ. ശരി. ഒരു പുതിയ മിക്സി വാങ്ങിക്കണേ. മിക്സി നന്നായി കിട്ടിയില്ലേ? മിക്സി കല്ലിന്റെ അവിടെ ഇന്നലെ നിങ്ങളെ പെണ്ണുങ്ങൾ ചെങ്ങായിന്റെ ബൈക്കിന്റെ ബാക്കിൽ മിക്സി ആയിട്ട് പോകണ്ടില്ലോ. നമുക്കുണ്ടായിരുന്നല്ലേ ഇന്റെ കാര്യം മിക്സി ആയിട്ട് പോവുക. എന്റെ കാര്യം വേറെ വണ്ടിയിലാക്കണ. ഞാൻ മോന്റെ മൊബൈലിൽ. ഹലോ. എന്താ? മോനെ അച്ഛനാണ് കേട്ടോ. മനസ്സിലായ മോനെ അമ്മ അവിടെ ഇല്ലേ? അമ്മ ഇവിടെ ഇല്ലല്ലോ. അമ്മ എവിടെ പോയി? അമ്മ ദിവസം മിക്സി ആയിട്ട് പോയല്ലോ. അതുപോലെ തന്നെ ഇന്നും പോയിട്ടുണ്ട്. അമ്മ മിക്സി ആയിട്ട് പോയി? ഇങ്ങോട്ടാ പോയിട്ടുണ്ട് മിക്സി ആയിട്ട്. നന്നാക്കാൻ പോയാൻ തോന്നുന്നു. ആണോ? എന്നാ നിങ്ങളൊരു ഗ്രൈൻഡർ വാങ്ങി കൊടുത്തു നോക്കി പൊതിക്കാൻ കഴിച്ചല്ലേ? വീടിക്കിന് പോയിട്ട് അങ്ങനെ കണ്ണും കൊണ്ട് എടുത്തതാ. അത് അടുത്തതാണ് ചങ്ങായി.
ആണോ സ്നേഹിച്ച ഒരാഴ്ച തന്നെയാണ്. ആ കഥ എന്ന് പറയുന്നത് ഞാനിങ്ങനെ പ്രേമിച്ച് കല്യാണം കഴിച്ച് കഥ കേൾക്കാൻ നിൽക്കുക. ഞാൻ അതേ തന്നെ നടുക്കടലും ഇതിന്റെ ഇടയിൽ നിൽക്കുക. ഞാൻ എനിക്കൊരു പ്രശ്നമില്ലല്ലോ. ഓൾ ഇത്ര കാലം ഞാൻ സന്തോഷം. അല്ല ഇവിടെ ഇട്ട് വരാണ്ടല്ലോ. ഓൾ ഇതുവരെ വന്നില്ലല്ലോ. ഞാൻ അത് കാത്തിരുന്നാ അത് കേട്ടില്ല. ഇല്ലേ കണ്ണിന് എന്തോ ഒരു അപ്പൊ വേനൽക്കാലല്ലേ വെള്ളം കുറവാണ്. വെള്ളത്തിലാണല്ലോ കണ്ണിട്ടാക്കുന്നത്. കാറ്റ് വെള്ളത്തിൽ നിന്നാണല്ലോ കറ്റ് വന്ന് കണ്ണിനെ പറ്റി എന്താ ഞാൻ അതൊക്കെ പഠിച്ചിട്ട് തന്നെ അവിടെ കയറി. ഈ തെങ്ങുമ്പോ കയറിയിട്ട് അതിന് കയറ്റം കെട്ടി കുറച്ചുമ്പോ കയറിയല്ലേ അത് നേരിട്ട് കട്ടിപ്പിലെ വെറുതെ നിങ്ങൾ പിന്നെ അങ്ങനെ വന്നായിരുന്നു. ഈ വെറുതെ എന്നെ കൊണ്ട് വർത്താനം പറഞ്ഞു. രാവിലെ തന്നെ നമ്മൾ തമ്മിൽ ശരിയാവും അല്ല തന്നെ പറയാം. ഈ അവിടെ ഒരു ഒറ്റ ഇങ്ങോട്ടാണ് വേണം. ഈ എന്തിനാണ് അവിടെ ഓളർ ഇതിൽ കണ്ട സയാമ സത്യ ഞാൻ ഒട്ടി നിൽക്കണം. അങ്ങോട്ട് നിന്നാൽ എന്താണോ ഞാൻ ഇന്ന അവസരം ഈ പൊരുത്തിക്കോളിന്റെ മാതിരി ഇങ്ങനെ നിൽക്കണേ. ഇങ്ങോട്ട് ആർക്കൊന്ന് പറഞ്ഞു ഞാൻ പിന്നെ അത്ര നോക്കിയിട്ടുണ്ടായിരുന്നു. ഓഫീസേഴ്സിന്റെ സ്റ്റാൻഡേർഡിൽ നിൽക്കണം. ലൈൻമാൻമാർ അതിന്റെ ഓരോ പോസ്റ്റുമേ കയറണം പോലെ ശരിയാണ്. നിങ്ങൾ മോദി കയറിയിട്ടല്ലേ ഇവിടെ എത്തി. ആ ഞാൻ പോസ്റ്റ് കാണാനാ ഞാൻ കെട്ടാനാ നിങ്ങൾ അമ്മാൻ തന്നെയാ ഇങ്ങനെ വെക്കട്ടെ. എന്താ പത്തിരിക വാർത്ത ട്രാൻസ്ഫോമർ കത്തി അമ്മാനെ ഫോണിക്ക് വരാണ്. ഓ കാര്യം പറയാത്താണ് നല്ലത്. വീട്ടില് വന്നിട്ട് കാറ്റ് വെക്കാം. കുറച്ച് പോകൂല അല്ലടെ എന്റെ ഒരു കാറ്റ് മറന്നു കിട്ടുന്നവരെ എന്റെ അരങ്ങേറ്റം ഓ ആരും വന്നില്ലല്ലോ. ഒന്നും പറയണ്ട. എനിക്ക് വേറെ പണി ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറഞ്ഞു ഓഫീസിൽ നിന്ന് ഓഫീസർ വരും, മറ്റവര് വരും, മറിച്ചവര് വരും, ആര് വരാൻ. സംസാര വിഷയമില്ലേ? ഏയ് അതില്ലേ. എന്റെ ഡാൻസ് കാണാൻ മതിയായ മോഹൻ അടുത്ത പ്രോഗ്രാം കാണാൻ ഇതുണ്ടാവില്ല. അടുത്ത പ്രോഗ്രാം വരുമ്പോ ഞാൻ പറയാം വന്നോ. വെറുതെ ആ പാട്ടിന്റെ ആ പോർഷൻ ഒന്നും ഒരു പാട്ടിന്റെ ഒരു ലേശം സ്റ്റെപ്പ് ഒന്ന് കാണിച്ചത് നമുക്ക് ഇവിടെ വെച്ചിട്ടോ ഒന്ന് കാണട്ടെ. നാലും എന്താ അതൊരു രസം ചെയ്യാല്ലേ. സാറ് പറയുമ്പോ എങ്ങനെയാണ് നമുക്ക് വൈകുന്നേരങ്ങളല്ലേ. ഞാൻ സംസാരിക്കാം. ഈ ജഡ്ജ ഞാൻ ഇത്രത്തോളം പ്രതീക്ഷിച്ചു കേട്ടോ. ഒപ്പിട്ടില്ലല്ലോ മോളെ. ഇല്ല ഇല്ല ഞാൻ കിട്ടില്ല. ഓ പഴങ്ങനെ ഇട്ടല്ലോ. പണി എനിക്ക് ലൈൻമാനോട് കസേര നിർബന്ധം. ആ അടുത്തൊരു കസായ കൂടെ വേണ്ടു. ഇവിടെ ഞാൻ ഒന്നായിരിക്കും ഒരു മാസം അതാ നല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിഞ്ഞാൽ ഇതെന്താന്നുള്ള ഇപ്പൊ പറഞ്ഞു. ഇതെന്താന്നുള്ള എന്നോട് ചോദിച്ചു നോക്ക്. അത് ജിരോപടം എടുത്ത് എന്താന്നുള്ള പറഞ്ഞിരിക്കാണ്. ഇതെന്താന്ന് ഞാൻ ചോദിച്ചത്. ഇത് ബില്ലല്ലേ? കറണ്ട് ബില്ലല്ലേ? അല്ലേ? കറണ്ട് ബില്ലാണ് ഇവിടെ തന്നെ കൊണ്ടുവരണ്ടേ അല്ലേ? അല്ല കാശടക്കാനല്ലേ. കൂടാൻ കാരണം എന്താ ഞാൻ ചോദിച്ചത്. ഇതെന്താ 3500 ഉറുപ്പ അത് അടക്കണം. 3500 രൂപ എങ്ങനെ വന്ന്? വീട്ടിൽ ആകെ 2 ബൾബല്ലേ? വീട്ടിൽ 2 ബൾബിലോ? ആകെ 2 ബൾബാണ്. വേറെ കണക്ഷൻ വേറെ കല്യാണ വീട്ടിലേക്ക് കൊടുത്തില്ല. ഇല്ലല്ലോ, കൊടുത്തില്ലല്ലോ. 30,000 കാണിച്ചില്ല. ആകെ 40 വാട്ടിന്റെ 2 ബൾബാണ്. അല്ലെങ്കിൽ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. വീട് എന്ന് പറഞ്ഞാൽ ചെറിയ വീട്, അതിൽ 2 ബൾബ്. ഫുൾ ടൈം ഉണ്ടാവും. ഇല്ല ചേച്ചി,
പഴയ വീട് പറഞ്ഞാൽ ആ പഴയ കട്ടുമുറക്കാരുടെ വീട് ടെറസൊന്നുമല്ല അവിടെ വീടുള്ള സാധാ വീട് ആണോ? കട്ടുമുറയല്ലേ? കട്ടുമുറക്കുള്ള വീട് ആ, എന്നാ പിന്നെ വരും. എന്നാ വരും. ഇല്ല. എലി അതിലുണ്ടല്ലോ എലിയില്ലേ? ആ ആ, എന്നാലേ ഇത് എലി കണ്ട് തിന്നുകയാണ്. ആ. എലി കണ്ടു നിന്നിട്ട് അമ്മോ, എത്ര നമുക്ക് ഇത് മൊത്തം പീസ് ചെയ്യാൻ എലി കണ്ട് നിന്നിട്ട് കൂടിക്കൊണ്ട് ഇവിടെ എലിയുണ്ട്? ഇവിടെ അല്ല ഓരോ പറയുന്നത് അത് ശരി ഓർമ്മയില്ല അങ്ങനെ വരും. എന്റെ വീട്ടിൽ നല്ല എലി ഉണ്ടെന്നാല് ഈ കാര്യം ആ ഇത് നല്ലൊരു കൂട് വരും. എലിക്കൂട്. എലിക്കൂട് വാങ്ങിയാൽ പ്രശ്നം തീരും എലിക്കൂട് വാങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. കഴിഞ്ഞ് ആ, ഒരു വെറും കൂട് വെച്ചാൽ പോരാ. പിന്നെ? അതിനെന്തെങ്കിലും തിന്നാൻ കൊടുക്കണം. എന്താ ഒരു നല്ലൊരു മത്തി, നെയ്യുള്ള മത്തി. മത്തി വാങ്ങിയാൽ പ്രശ്നം തീരും നെയ്യുള്ള മത്തി, കപ്പ. കപ്പി എന്നിട്ട് കൂട്ടി കുറച്ചിട്ട് ഇവിടെ നിന്ന് നക്കായ പരിപാടി. ഓനെ എലിക്കൂട്ടിൽ നിന്ന് വെക്കേണ്ട പരിപാടി. അതൊക്കെ ഇന്നത്തെ വീട്ടിൽ നിന്ന് നിൽക്കേണ്ട പരിപാടി. ഒരാൾക്ക് നല്ല കാര്യം പറഞ്ഞു സാറേ ഈ മത്തി നമ്മള് പൊരിച്ചു വെക്കണോ അതോ വെച്ചാൽ മതി പൊരിച്ചു വെച്ചോ. കുറച്ചോണ്ടല്ലേ പൊള്ളിച്ചാ മണം പിടിക്കണം. അപ്പൊ പ്രശ്നം ഇല്ല, തീരും എനിക്ക് മണം പിടിക്കണം. അത് പുറത്ത് വെച്ചാൽ കുളത്ത് പുറത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ കൂട് തുറന്നേക്കണേ. കൂട് തുറന്നിട്ടാല് എലി ഒന്നിനും എടുക്കുമ്പോ പണി. പിന്നെ ഓരോ ദിവസം അങ്ങനെ കിട്ടി കഴിഞ്ഞാൽ കരണ്ടില്ല കാര്യമില്ല. ഇല്ല. ബില്ലാണ് അച്ചാല് അടുത്ത ആളൊക്കെ ബില്ലാണ്. അതെ. ഇപ്പൊ തന്നെ ചെയ്യാം വീട്ടിൽ പോയിട്ട് ഇങ്ങനെയൊക്കെ ഓരോരുത്തരെ പറഞ്ഞേക്കാൻ എന്റെ ബുദ്ധി അക്കാര്യത്തിൽ അങ്ങനെ നടത്തണം. പിന്നെ ഇവിടെ മീറ്റുമ്പോ പേരൊക്കെ ഒന്ന് മാറ്റണം കേട്ടോ. ഹുസൈൻ ബോൾട്ട് നടക്കണം. അമ്മായി പാട്ടില്ല വൈകി അല്ല ഇത് ആ ഫോണ് വരുന്നുണ്ടല്ലോ. ഇത് മറ്റേ ആദ്യം കത്തിയാട്ടോ. ഏത്? കച്ചവടം. ഇപ്പോഴേ എന്താ എല്ലാ കാര്യം അറിയില്ല. ഹലോ ഹലോ. ഹലോ ആ ആ ആ ഹലോ നമസ്കാരം. ആ താമസം കത്തിയല്ലേ പെട്ടെന്ന് നന്നാട്ടോ. അല്ല, ഞാൻ ബാലേക്കാരനാണ്. പാൽ അരി എന്ത് കോഴിക്കോട് സെക്ഷനാണല്ലോ. അല്ല, പാലല്ല ബാലേക്കാരൻ സ്റ്റേജിലൊക്കെ അവതരിപ്പിക്കുന്ന ബാലയുടെ കാണാണ്. ആ നടക്കാരനാ. ഞാൻ വിളിച്ചത് ആ പെരുവട്ട പഞ്ചായത്തിലെ ബസ് സ്റ്റാൻഡിന് മുമ്പിലായിട്ട് ഒരു പോസ്റ്റിന്റെ മുകളിലുള്ള തിരുവോടുക്ക് കത്തുക കെടുക കത്തുക കെടുക കത്തുക കെടുക. ഞങ്ങൾക്ക് ആ വിളക്കൊന്ന് കുറച്ച് ദിവസത്തേക്ക് കിട്ടിയാൽ കൊള്ളാം എന്നുണ്ട്. ആ എന്ത് കാര്യത്തിനത്? ആ നാടകത്തിന്റെ ഫ്ലിക്കർ ലൈറ്റ് അടിച്ചുപോയി. കുറച്ച് ദിവസം ഞങ്ങൾക്കൊന്ന് ഉപയോഗിക്കാനാണ്. സഹായിക്കുമോ? ഓ ഓ ഒരിക്കലും ഊരാളല്ലേ? വളരെ നന്ദി. നമസ്കാരം. ഇതിനെ കൊണ്ടൊരു ഉപകാരം ഉണ്ടായി. പിന്നെ നാളെ പേപ്പർ മെമ്പർ വാക്കുന്ന കാട്ടിലാകാനുള്ള ന്യൂസ് കൊടുക്കണം. എനിക്ക് ആള് കല്യാണത്തിന് പോകണം. ഞാൻ മെൻസിന്റെ ഓഫായിക്കോളാം. മെയിൻ നമസ്കാരം നമസ്കാരം. കേസില്ലേ? അതെ, ഓഫീസിലാണ്. എന്താ കാര്യം? ശത്രു വാഴ കടിച്ചാലോ? വാഴ കടിച്ചാലോ? കൂടിയാണോ അല്ല അല്ല ആരാ മനസ്സിലായി? അതെന്താണ് ഇവരെ ബില്ല് വന്നിട്ട് വട്ടായി പോയാണ്. ഞാനന്ന് ഊരിയ പീസാണ്. ആ, ഒക്കെ അവിടെ ഇട്ടു. ഹലോ ഇലക്ട്രിസിറ്റി. ഹലോ, ഇലക്ട്രിസിറ്റി അല്ലേ? ആ അതെ. ആ, അത് നടുവണ്ടൂർന്നാണ് വിളിക്കുന്നത്. ഒരു മിനിറ്റ്. ആ ആ ഹലോ, പറഞ്ഞോളൂ. ആ അതെ, സൂര്യക്ക് അതുകൂടെ പറഞ്ഞതാ. ആണോ? ആ, എന്താണ് എവിടുന്നാ വിളിക്കുന്നത്? അതെ, നടുവണ്ടൂർന്നാണേ. ആ, അതെ, ഇവിടുത്തെ ട്രാൻസ്ഫോമറിന്റെ മുകളിൽ മീറ്റർ ഇല്ലേ? മീറ്റർ അല്ല, ട്രാൻസ്ഫോമർ അപ്പുറമുണ്ട്.
വീട്ടില് മീറ്ററാണല്ലോ ഉണ്ടാവുക. അതന്നെ മീറ്റർ. ആ മീറ്ററിന്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒന്ന് കത്തിപ്പോ. മീറ്റർ സാധാരണ കത്തല്ല. മീറ്റർ കത്തിയ കറണ്ട് പോലെ. അല്ല, മീറ്ററിന്റെ ഉള്ളിൽ മിന്നും കെട്ടും കളിക്കേണ്ട മിന്നും കിട്ടും കളിക്കല്ല, വലിയ വെളിച്ചം തന്നെയാ വന്ന്. ആണല്ലേ? ആ അവിടെ കാറ്റും മഴയൊക്കെ ഉണ്ടോ? നല്ല കാറ്റും മഴ ഇടി മിന്നലൊക്കെ ഉണ്ട് സാറേ. ഓ സാറേ, നിങ്ങൾ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കിയാൽ. കറണ്ടും പോയിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യ്, ആ നിങ്ങള് അതിന്റെ അടുത്തേക്കൊന്നും ഇപ്പൊ പോണ്ട. അതെ, അടുത്തേക്കൊന്നേ അതാ അങ്ങനെ പോണ്ട. അങ്ങനെ കത്തും പിടിക്കുകയൊക്കെ ചെയ്യുമ്പോ വീട്ടിലെ ആ ആണുങ്ങൾ ആരെയും വന്നിട്ട് അതിന്റെ അടുത്തേക്ക് പോയാൽ മതി കേട്ടോ. ഞാനാണാടോ, ഞാനാണാന്ന്. ആണല്ലേ? സാറേ എന്താണ് ഇന്ന് എനിക്ക് അങ്ങോട്ട് കൊണ്ടുവച്ചിട്ടാണ് മൂക്കൊക്കെ തെറ്റിപ്പോയാലോ? അല്ലാതെ ആ കുറേ കടകൊണ്ടച്ച് വേറെ ആയിക്കോട്ടെ. എന്താണെന്ന് വെച്ചിട്ട് സാറേ ഇന്ന് ഉച്ചയ്ക്ക് എനിക്ക് ചെറിയൊരു ലീവ് വേണം. ചെറിയ ലീവ് തരാൻ ലീവില്ലല്ലോ ഇവിടെ. അല്ല, അഡ്ജസ്റ്റ് ചെയ്താൽ മതി. എനിക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കാൻ പോകാനുണ്ടായിരുന്നു. സ്ത്രീന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്ന അങ്ങോട്ട് പോയിക്കോളൂ. SM സ്ട്രീറ്റിലെ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പോകാനായിരുന്നു. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. അല്ലെങ്കിൽ ഞാൻ നാളെ രാവിലെ വേഗം വരാം. പ്രശ്നമില്ല അല്ലേ? എന്നാ ശരി സാർ, ഞാൻ പോയിക്കോട്ടെ. അതെ, ശരി. നാളെ ഉച്ചയ്ക്ക് വന്നാൽ ബൈ ബൈ. പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് ലീവ് കിട്ടി. എന്ത്? ഇപ്പൊ എല്ലാവരും കൂടെ കൂട്ട ലീവ് എടുക്കല അവിടെ. ഞാൻ പ്ലെയർ അവിടേക്ക്. ഓ നമസ്കാരം. നമസ്കാരം. നിങ്ങൾ നല്ല ആൾക്കാരാട്ടോ. KCB-ൻ്റെത്. അതെ, ബോർഡ് കണ്ടു. ബോർഡ് കണ്ടിട്ട് 20 കൊല്ലായിട്ട് എനിക്ക് കറണ്ട് കിട്ടിയില്ല കേട്ടോ. 20 കൊല്ലായിട്ട് എനിക്ക് കറണ്ട് കിട്ടിയില്ല. ഈ പഞ്ചായത്തിലും ഈ പഞ്ചായത്തിൽ തന്നെ 20 കൊല്ലായിട്ട് എനിക്ക് കറണ്ട് കിട്ടിയില്ല. ആണോ? ആ എവിടേക്ക് താമസിക്കുന്നത്? ഞാൻ പൊക്കുന്ന ഭാഗത്ത്. ആണോ? ആ പൊക്കുന്ന ഭാഗത്ത് നമുക്ക് മാത്രം കറണ്ടില്ല. ഇന്റെ പൊരേന്റെ അടുത്തൊക്കെ കറണ്ട് ഉണ്ടെന്ന്. ആൾക്ക് വന്നിട്ട് വീട്ടിൽ മാത്രം കറണ്ട് ഇല്ല. 20 കൊല്ലായി. കരയണ്ട, വഴിണ്ടാക്കാം. എന്റെ വഴി ഉണ്ടാക്കി തരണം, അതാണ് ശരിയാവുന്നത്. കറണ്ട് വേണ്ടേ? അപേക്ഷിച്ചില്ല ഈ കറണ്ടിന്. അപേക്ഷിച്ചില്ല. എന്നോട് ആദ്യം പറഞ്ഞാൽ അപേക്ഷിക്കുമെന്ന്. 20 കൊല്ലായിട്ട് കറണ്ട് കിട്ടില്ല. എനിക്ക് കറണ്ട് കിട്ടിയില്ല. ഏടോ, കറണ്ട് കിട്ടണമെങ്കിൽ അപേക്ഷിക്കണം. അതന്നെ, ഇവിടെ വന്ന് അപേക്ഷിക്കണം. ഇവിടെയോ? എനിക്ക് കറണ്ട് എങ്ങനെയാണ് കറണ്ടിട്ട്? എങ്ങനെ അപേക്ഷിക്കുക? പിന്നെ എങ്ങനെയാണ് അപേക്ഷിക്കുക? ഇതിന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. എന്തെന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങള് കൊണ്ടുകൊടുക്കും, വേണ്ട സാധനങ്ങളൊക്കെ കൊണ്ടുകൊടുക്കും. എന്തൊക്കെയാ വേണ്ടി? എന്താ അതുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാല് ആ ഇവിടെ വന്നു കഴിഞ്ഞു ഈ മറ്റേ അതിന്റെ വീടിന്റെ പ്ലാനില്ലേ? ആ വീട്ടിൽ പ്ലാനിന്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ്, പ്ലാന്റെ ഫോട്ടോസ്റ്റാറ്റ്, പിന്നെ ആധാരത്തിന്റെ ഫോട്ടോസ്റ്റാറ്റ്, ഫോട്ടോസ്റ്റാറ്റ്, പിന്നെ നികുതി ചീട്ടിന്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ്, നികുതിയുടെ ഫോട്ടോസ്റ്റാറ്റ്, പിന്നെ 1030 അതിന്റെ ഫോട്ടോസ്റ്റാറ്റ്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, കൈ ശശിവാ എന്താണെന്ന് പറയുന്നത്. പോയിട്ട് കറണ്ട് വീട്ടിലെത്തുമ്പോഴത്തെ കിട്ടണത് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് അല്ലേ? ഇതൊക്കെ ആയിട്ട് വന്നാൽ മതി അല്ലേ? വന്നു കഴിഞ്ഞാല് ഈ KSEB എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതിന്റെ ഫുൾ ഫോം എന്താ? KSEB-ന്റെ ഫുൾ ഫോം എന്താ? കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിലെ എല്ലാവരുടെ പേരുകളൊന്നും മാറ്റിക്കാണ്. കറണ്ട് സമയത്ത് എത്തിക്കാത്ത ബോർഡ് തന്നെ കഴിക്കാം കേട്ടോ. അതാണ് ഏറ്റവും നല്ലത്. ഈ ഒരു ഉപദേശത്തിലേക്ക് ഇപ്പൊ വന്നിട്ടുണ്ടാവില്ലേ? അത് നന്നായി നമുക്ക് മനസ്സിലായി. ഓക്കെ ഗുഡ്. ഇലക്ട്രിസിറ്റി ബോർഡ് എന്താണെന്ന് അറിയില്ല, ഒരു ഒലക്കി അറിയില്ല, വലിയ രണ്ട് കടലാസിന്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ അണ്ടി ആട്ടോ ഞാൻ. നമസ്കാരം. നിങ്ങൾ വിളിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ തിരക്കുള്ള സമയത്ത് വന്നത്. പറയാൻ കാര്യം കുറച്ച് ആൾക്കാർ ലീവാ ഉണ്ടോ? നോക്കി വന്നോളാൻ പറഞ്ഞ ആയിക്കോട്ടെ. പുതിയ അപ്പോയിന്റ്മെന്റ് മറ്റേ രാത്രി സാധനങ്ങൾ മാറ്റി വെക്കണം. ആണോ?
അല്ലെങ്കിൽ സാറിനോട് ചാക്കിലേക്ക് ആക്കിയിട്ട് അത് നമുക്ക് നാളെ പണിക്ക് വേണ്ടത് ഇതൊക്കെ ഉണ്ട്. ആ സാധനമൊക്കെ എടുത്തോളി, ഞാൻ എടുത്ത് തലേ കയറ്റി കൊണ്ടിക്കോളാം. ആ സാധനം എത്രേ ഉള്ളൂ അതുണ്ടാക്കി അതിടുക. അത് ആവശ്യമില്ലാണ്ട് അത് മറ്റേ ലൈറ്റിന്റെ ആണത്. അല്ല ചെമ്പൊക്കെയൊന്നുമില്ല. അടുത്ത അപേക്ഷിക്കാല്ലോ. അടുത്ത അപേക്ഷ ആരോട് മറ്റേ അപേക്ഷയില്ല എന്തെങ്കിലും കാര്യം വെച്ചിട്ടോ. അല്ല അല്ല ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ. ബാക്കിയുള്ളൊക്കെ അവ വരാതെ അവർക്ക് ഇതൊക്കെ ഉള്ളൂ. ചൂടോ സൈക്കിൾ ഡാൻസിന് പോവാ അല്ല ചെമ്പൊക്കെ ചിമ്പൊമ്പിയൊക്കെ ഇവിടെ ഉണ്ടായതിനോട് കുറെ ഉണ്ടായി. അത് അവനാണെങ്കിൽ നോക്കി അവിടെ ആ പീസിന്റെ അവിടെ നോക്കിയത് അതെന്താ ഫോൺ അപ്പുറത്തെ മാത്രം ചെമ്പൊമ്പിയുടെ നോക്കി അപ്പൊ അത് കൊടുത്തു. ഇവിടെ ഇവിടെ ഇല്ലേ? ആ അവിടെ ഉണ്ടാവും. അവിടെ കണക്കില്ല. ഇവിടെ തന്നെ ഇവിടെ ഇരിക്കില്ല. അല്ല വേറെ സാധനം വേറെ സ്ഥാനത്ത് ആരോ ഇങ്ങനെ ഒറ്റയും കൂടി സമയം എനിക്ക് പോയിട്ട് വേറെ പണി ഉണ്ടെന്ന്. കളക്ടറല്ല ജില്ലയിലെ എവിടെയുള്ള സാധനം ചാക്കൊക്കെ അങ്ങോട്ടെ നിർത്തോ. ആ ഞാൻ ബാക്കിയുള്ള കൊടുക്കാം. പുതിയ മീറ്റപ്പാടെ കുട്ടാരെ. പിന്നെ ഇത് ആവശ്യത്തിലുള്ളതൊക്കെ ഞാൻ എടുത്തിട്ട് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് വിളിച്ചാൽ മതി. ഞാൻ ബംഗാളിനെ വിളിക്കും. പോസ്റ്റ് എന്നിട്ട് ഏത് കോൺക്രീറ്റിന്റെ പോസ്റ്റോ എന്താ ചോറില്ല കയ്യൊക്കെ അവിടേക്ക് 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 ഗുഡ് മോർണിംഗ്. ആ എന്താ പരിപാടി? അത് മനസ്സിലായി. ഇവിടുത്തെ എഞ്ചിനീയറല്ലേ? ഇവിടുത്തെ ലൈൻമാൻ? ഞാൻ സൂപ്രണ്ടാ. പുതിയായിട്ട് വന്ന സൂപ്രണ്ടാണ്. ഇതെന്താ പരിപാടി? ഞാനൊക്കെ നിങ്ങൾ ഇവിടുത്തെ എഞ്ചിനീയറല്ലേ? ഇവിടുത്തെ ലൈൻമാൻ? അതെനിക്ക് മനസ്സിലായി. ഇയാളാണ് ഞാൻ മുമ്പിൽ വിളിച്ചിട്ട് വന്ന ആളാ. ഇയാളാരാണെന്ന് ഞാൻ ചോദിച്ചത്. ഇന്നറിയില്ല. ഇല്ല അല്ല നിങ്ങളാണ് നിങ്ങളോടുള്ള ചോദിച്ചത്. ഞാൻ ഇവിടെയാണ് ചോദിച്ചത്. അത് ശരി. എന്റെ സർക്കിളിൽ കീഴിലുള്ള ഒരു ഓഫീസിൽ ഇയാൾക്ക് എന്താ കാര്യം? ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്താ കാര്യം? ഞാനത് വിചാരിച്ചു എന്ത് കാര്യത്തിന് അയാൾ ഈ സാധനങ്ങൾ എടുത്തു കൊടുത്ത് ഈ ഓഫീസിലുള്ള സാധനങ്ങൾ ഇവിടെ ആരും വരില്ല എന്നുള്ള കാര്യത്തിൽ നിങ്ങളുടെ സഹായത്തോടു കൂടി ഇയാൾ കടത്തിക്കൊണ്ടുപോകും. സത്യം. അങ്ങനെ സംഭവിക്കും. ഇപ്പൊ തന്നെ ഞാനിത് ഞാൻ ഇന്നല്ലേ എന്താ എന്റെ കീഴിൽ നടത്തുന്ന ഒരു ഓഫീസായിരുന്നു ഇത് ഇന്നലെ എന്നല്ല പല ഭാഷയിൽ ബാക്കി പൊതുമുതലാളിച്ചിട്ട് കട്ട് നശിപ്പിക്കുക. എന്റെ കീഴിലുള്ള ഒറ്റ ഓഫീസർ ഒരേ വലിയ വെച്ച് ഉറപ്പിക്കില്ല. അത് ശരി. എന്താ ഒന്ന് ശാന്തന ഇനി എന്തെങ്കിലും മാറ്റി അത് ശരി. തോന്നിയാസം ചെയ്യാറില്ലേ? പൊതുമുതൽ കട്ട് നശിപ്പിക്കാൻ വിചാരിച്ചു. പഴയ വയറാണ് സാർ. എന്റെ പഴയ വയറ് അങ്ങനെയല്ല. നിങ്ങൾ പഴയ വയറല്ലേ? അത് നിൽക്കുന്നത് ഞാന് നല്ല പരിചയം കേട്ടോ. എന്ത് പരിചയം? നല്ലുണ്ട്. എങ്ങനെ പരിചയം? എന്ത് എന്റെ പരിചയം ഉണ്ടോ? ഉണ്ട് ഇയാളെ ഉണ്ട് സാറേ. സാറ് മുലപറ്റുന്നില്ല. ഞാനോ? എനിക്കറിയാം. അത് ലേശം നീശക്കുണ്ടായിരുന്നു, കുറച്ചും കൂടിയൊക്കെ ഉണ്ടായിരുന്നു. സാറല്ലേ? ആ സാറല്ലേ എനിക്കറിയാവുന്നത്. സാർ അന്ന് എനിക്ക് 2 ജനറേറ്റർ തന്നില്ലല്ലോ. അതല്ലേ ഞാൻ പൊളിച്ചടിച്ച് വിറ്റത്. മുലപറ്റത്ത് 2 ജനറേറ്ററുകൾ രാത്രിക്ക് രാമായണം ഞാൻ കടത്തി വിറ്റത്. ഈ സാറ് വന്നിട്ട് ആ സാറല്ലേ ഈ സാറ്. കൊല്ല്